ഈ ഒരു പ്ലാൻ അവർക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. ഈ ഒരു വീടിന്റെ വർക്കൊക്കെ എടുത്ത് നമ്മള് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ രാത്രി ടെൻഷൻ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഈ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത വർക്ക് കംപ്ലീറ്റ് ആവോ, നമുക്ക് നിർത്തി പോന്നാലോ എന്ന് വരെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിരുന്നു. ആ സമയത്ത് എനിക്കിതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. വേറെ ഒന്നുണ്ടല്ല, ഒരു നിലവിലൊരു പ്ലാൻ ഉണ്ട്, അതിലും മികച്ച ഒരു പ്ലാൻ നമ്മൾക്ക് ചെയ്തു കൊടുക്കുകയും വേണം. ഈ ഒരു വീട് ഇങ്ങനെ കംപ്ലീറ്റ് ആയി കാണുന്നതിൽ ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഈ വീടിന്റെ പിന്നിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. ഹായ്, ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് 2021-ലാണ്. ആ സമയത്ത് എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞ ഒരു ബിൽഡിംഗ് പ്ലാൻ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു കൊടുക്കണം, കൂടാതെ ഈ ഒരു വീടിന്റെ എസ്റ്റിമേഷൻ തയ്യാറായി കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങള് ചെന്ന് മീറ്റ് ചെയ്തു, പ്ലാനൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം നമ്മൾ ആവശ്യമായ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഈ പേപ്പറുകളൊക്കെ നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്ലാനില് ഒട്ടും അവർ വർക്കായിട്ടില്ല. ഈ ഒരു പ്ലാൻ ആരോ ഒരു ഫോഴ്സ് ചെയ്ത് ഏൽപ്പിച്ച പോലെ എനിക്ക് തോന്നി ഈ ഒരു പ്ലാനില്. പിന്നെ വേറെ ആൾ വരച്ച പ്ലാനാണ്, പിന്നെ ഈ ഒരു വാസ്തു ഒക്കെ നോക്കുന്ന ആരോ വരച്ച ആളാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അതിൽ പിന്നെ അഭിപ്രായം പറയാനോ ആ രീതിയിലേക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഒരു കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് ആ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടി, പെട്ടെന്ന് തന്നെ നമുക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കാൻ സാധിച്ചു. അപ്പോ ഈ വീട് നിർമ്മാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു കൊളീഗ് വഴി ഫുൾ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ, നമ്മൾ അതൊക്കെ നമ്മുടെ പരിപാടി ക്ലിയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. ആ സമയത്ത് ഒരു 2 വർഷത്തിന് ശേഷം ഒരു 2023-ല് എനിക്ക് വീണ്ടും ഒരു കോൾ വരെയാണ്. ഇങ്ങനെ അഫ്സലല്ലേ, ഞാൻ ഇന്ന ആളാണ്, അപ്പൊ ഒന്ന് നേരിട്ട് കാണണം, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ എന്നോടൊരു വാക്ക് അവര്, ഈ ഒരു പ്ലാൻ അവർക്കൊട്ടും ഇഷ്ടമായിട്ടില്ല, നമുക്ക് ഈ ഒരു പ്ലാൻ റീഡിസൈൻ ചെയ്യണം, കൂടാതെ അഫ്സൽ തന്നെ ഈ ഒരു ബിൽഡിംഗ് ചെയ്ത് തന്നെ എന്നും പറഞ്ഞു. ആ സമയത്ത് എനിക്കിതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. വേറെ ഒന്നുണ്ടല്ല, ഒരു നിലവിലൊരു പ്ലാൻ ഉണ്ട്, അതിലും മികച്ച ഒരു പ്ലാൻ നമ്മൾക്ക് ചെയ്തു കൊടുക്കുകയും വേണം. പിന്നീട് ഒരു എക്സ്റ്റൻഷൻ വർക്കാണ് ഈ ഒരു പ്രൊജക്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് എക്സ്റ്റൻഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കേസായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗിൽ ഞാൻ അവരുടെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് നിലവിലുണ്ടായിരുന്ന ഒരു വീടിന്റെ ഞാൻ ഒരു ബേസിക് ഐഡിയ തരാം. ചെറിയൊരു സിറ്റ് ഔട്ടും ഒരു നോർമൽ വലുപ്പത്തിലുള്ള ഒരു ഹാളും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ഒരു ബെഡ്റൂം, പിന്നെ ഒരു ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, ഒരു കിച്ചൺ, ഒരു പൂജാ സ്പേസ്. ഇതായിരുന്നു നിലവിലുള്ള ഒരു വീടിന്റെ പ്ലാൻ. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ടോയ്ലറ്റും നിലവിലുണ്ടായിരുന്നു കേട്ടോ. പുറത്തു കൂടെ ആയിരുന്നു സ്റ്റെയർ ഉണ്ടായിരുന്നത്. അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ അവർക്ക് ഒരു അറ്റാച്ച്ഡ് റൂം വിത്ത് ടോയ്ലറ്റ് വേണം, പിന്നെ ഒരു കിച്ചൺ വേണം, ഒരു വർക്ക് ഏരിയ വേണം, താഴത്തേനേക്കാളും വലിപ്പമുള്ള ഒരു ഹാളും ഒരു ബാൽക്കണിയും ഊഞ്ഞാൽ അവർക്ക് നിർബന്ധമായും വേണം എന്നുള്ളത് ആയിരുന്നു റിക്വയർമെന്റ് വന്നിരുന്നത്. ഡിസൈനിങ്ങിനിടയിൽ എനിക്ക് ഇങ്ങനെ ചിന്ത വന്നത്, ഇത് നടക്കില്ല, ഇത് പ്രായോഗികമല്ല, ഇവരുടെ റിക്വയർമെന്റും അവരുടെ സ്ഥലവും ഈ പറഞ്ഞ എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്നില്ല, ഇത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1-2 ദിവസം ഇതിന്റെ ഡിസൈനൊക്കെ ആയിട്ട് ഇരുന്നതിന് ശേഷമാണ് ഒരു ഐഡിയ തോന്നിയത്. നമുക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചറിൽ ഓവർ ഹാങ് ചെയ്ത് നമുക്ക് കുറച്ച് സ്പേസ് എടുക്കാം. കൂടാതെ നമുക്കൊരു ഒരു കട്ടിങ് ഉള്ളൊരു ഒരു കോർണർ ഏരിയ ഉണ്ടായിരുന്നു, ഈ പ്ലാനിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഏരിയ ഫ്ലാറ്റ് ചെയ്തെടുക്കാം. അപ്പൊ കുറച്ച് നമുക്ക് സ്പേസ് ആയി. അത് വെച്ച് നമുക്ക് ഞാൻ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. നിലവിലുള്ള സ്റ്റെയർ തന്നെ ഉപയോഗിച്ചു. ഒരു പെർഫെക്റ്റ് പ്ലാൻ എനിക്ക് കിട്ടി. എന്നാലും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നേരിട്ട് ചെന്നു, ഡിസൈൻ കാണിച്ചു കൊടുത്തു. ഫസ്റ്റ് സിറ്റിക്ക് തന്നെ അവർ ഡിസൈൻ ഓക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇത് ഓക്കെയാണ് അഫ്സൽ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഡിസൈനൊക്കെ വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് പറഞ്ഞു, നമ്മൾ എഗ്രിമെന്റ് റെഡിയാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തി. അങ്ങനെ ക്ലയന്റായിട്ട് നമ്മൾ 6 മാസത്തെ എഗ്രിമെന്റ് വെച്ചു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നിലവിൽ കുറച്ച് ഭാഗങ്ങൾ പാരപ്പറ്റൊക്കെ പൊളിക്കാണ്ടായിരുന്നു, മുകളിലേക്ക് എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഒരു നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ഈ പാരപ്പറ്റൊക്കെ പൊളിച്ച് മാറ്റി, കുറച്ച് പഴയ പ്ലംബിംഗ് ഒക്കെ മാറ്റേണ്ടതുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ സൺഷെയ്ഡ്, സ്ലാബിന്റെ പ്രൊജക്ഷൻസ് ഇതൊക്കെ കട്ട് ചെയ്യേണ്ടതെന്നു. എന്നുവെച്ചാൽ നമ്മൾ വീട് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഷനായിട്ട് തോന്നാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ആദ്യമേ തന്നെ ചെയ്തായിരുന്നു.
അതുകൂടാതെ തന്നെ നമ്മുടെ ആ റൂം സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മൾ താഴ്ത്തുന്ന ഒരു പില്ലർ കൊടുത്തിട്ട് സ്ലാബ് നമ്മൾ സ്ക്വയർ ആക്കി വാർത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച ആയപ്പോഴത്തേനും നമ്മളുടെ ഈ ഡിമോളിഷിംഗ് വർക്കും സ്ലാബിന്റെ പ്ലാറ്റ്ഫോം പരിപാടികളൊക്കെ ക്ലിയർ ആയി. ആ സമയത്താണ് നമുക്ക് മെറ്റീരിയലിന്റെ ഒരു ഷോർട്ടേജ് വന്നത്. അതായത് ഇപ്പോ കരിങ്കല്ല് പ്രൊഡക്റ്റ്, എം സാൻഡ്, മെറ്റൽ, ബ്രിക്ക്, ഇവയ്ക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം റേറ്റ് കൂടി ഒറ്റയടിക്ക്. അതായത് നമ്മള് ഒരു 2 മന്ത്സ് മുന്നേ ഒരു 31 റുപ്പീസിന് ഒരു ബ്ലോക്ക് വാങ്ങിയത് നമുക്ക് 41 റുപ്പീസായി ഈ പെട്ടെന്നൊരു സമയം കൊണ്ട്. കൂടാതെ ഈ പറഞ്ഞ മെറ്റല്, എംസാൻഡ് എന്നിവയ്ക്കൊക്കെ ഒരു 30% വരെ റേറ്റും കൂടിയിരുന്നു. ആ സമയത്ത് ഞാൻ ആകെ ടെൻഷനായിരുന്നു. ഈ ഒരു പ്രൊജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഈ ഒരു പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്യണോ? എനിക്ക് രാത്രി ഒന്നും കിടന്നിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതെന്ത് ചെയ്യുന്നുള്ളത്. ഞാൻ അടുത്ത ദിവസം തന്നെ മേഡത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. പക്ഷെ മേഡം എന്നോട് പറഞ്ഞത് അവരുടെ മാക്സിമം ബഡ്ജറ്റാണ് നിലവിൽ നമ്മൾ എഗ്രിമെന്റ് ചെയ്തേക്കണത്. അവർക്ക് ഇനി കാര്യമായിട്ട് ഇതിലതൊന്നും ചെയ്യാനില്ല. ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം തന്നെ വീട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അടുത്ത് ഒരു ഇത് പറഞ്ഞത്. കുറച്ചു നേരം ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇത് നിർത്തണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. തുടങ്ങിയ എന്തായാലും നമ്മൾ തീർക്കും എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ അവിടുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പ്രൈസ് ഹൈക്ക് വന്നെങ്കിലും ഞാൻ മെറ്റീരിയലിലും സ്പെസിഫിക്കേഷനിലും യാതൊരു ചേഞ്ച് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മള് പ്രധാനമായിട്ടും ഇപ്പൊ നോർമലിൽ നിന്ന് അവർക്ക് ഈ വുഡൻ വിൻഡോസ് ഒഴിവാക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മേഡവും മേഡത്തിന്റെ ഒരു ആന്റിയുമായിരുന്നു അവിടെ താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്ത് ഈ വുഡിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് എക്സ്പാൻഷൻ വരുന്ന ഒരു സ്റ്റേജ് വരാറുണ്ട്. ആ സമയത്തൊക്കെ ഈ ജനലുകളൊക്കെ അടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റീൽ വിൻഡോസ് ആണ് ഉദ്ദേശിച്ചിരുന്നത്, പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അത് നമ്മൾ എഗ്രിമെന്റിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ മെയിൻ ഡോറും പിന്നെ ബാൽക്കണിയിലേക്കുള്ള ഡോറും വുഡൻ, ബാക്കി ബെഡ്റൂമിലും കിച്ചണിലേക്കൊക്കെ നമ്മൾ FRP ഡോറാണ് ഉദ്ദേശിച്ചിരുന്നത്. ഈ പറഞ്ഞ നേരത്തെ ഈ വുഡിൻ്റെതായ എന്തെങ്കിലും കംപ്ലൈന്റ് വരണ്ടെന്ന് വിചാരിച്ചാണ് റൂമിലോട്ട് അങ്ങനെ മാറ്റിയിരുന്നത്. അങ്ങനെ വർക്ക് തുടങ്ങി, നമ്മുടെ ബ്രിക്ക് വർക്ക് കംപ്ലീറ്റ് ആയി, സൺഷെയ്ഡ് വർക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കോൺക്രീറ്റ്, അതായത് റൂഫ് തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന ഒരു ഭാഗത്ത്. അവിടെ ലീക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ടെക്നിക്കൽ പരമായി അന്വേഷിച്ചപ്പോൾ നമുക്ക് കുറെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വാട്ടർ പ്രൂഫിങ്ങിന്റെ. ബേസിക് ഇപ്പോൾ ഡോക്ടർ ഫിക്സിഡിന്റെ 101, 304 അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊന്നും ഈ എക്സ്റ്റൻഷന്റെ നമ്മൾ അതായത് റൂഫ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഡോക്ടർ ഫിക്സിറ്റിന്റെ കൺസൾട്ടന്റിനെ പോയി കണ്ട ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞ് അവര് ഈ പറഞ്ഞ ഈ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അവരോട് അവര് പ്രിഫർ ചെയ്തത്. ഒരു എപ്പോക്സി ടൈപ്പാണ് ഈ ഒരു കോമ്പൗണ്ട് വരുന്നത്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാർക്ക് ജോയിന്റ് ചെയ്ത് എല്ലാം നമുക്ക് ജോയിൻ ചെയ്തു. റൂഫ് സ്ലാബ് കംപ്ലീറ്റ് ആയി, നല്ല രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്തു. ഈ കാണുന്ന രീതിയിൽ നമ്മൾ ബാൽക്കണിയൊക്കെ ഓവർഹാങ് ചെയ്തെടുത്തു. വർക്ക് ഏരിയയൊക്കെ ഓവർഹാങ് ചെയ്തെങ്കിലും ലോഡ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ കബോർഡ്സ് വരാനുണ്ട്, അവിടെ കൗണ്ടർ വരാനുണ്ട്, പിന്നെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ സാധ്യത ഉള്ളതിന്റെ പേരിൽ നമ്മൾ അതിന് ഒരു താഴത്തോട്ട് സപ്പോർട്ടും കൊടുക്കുകയും ചെയ്തു. അറ്റ്ലീസ്റ്റ് നമ്മൾ ഫ്ലോറിലൊക്കെ നമ്മൾ 20 mm സിമെന്റ് ബോർഡും വാളിൽ നമ്മൾ ഒരു 9 mm ബോർഡുമാണ് ഉപയോഗിച്ചത്. വർക്ക് കംപ്ലീറ്റ് ആയി, അവരും ഭയങ്കര സാറ്റിസ്ഫൈ ആയി, ഞാനും സാറ്റിസ്ഫൈ. ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും സന്തോഷത്തോടെയാണ് വർക്കൊക്കെ കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ പിരിഞ്ഞു. അതിന്റെ നെക്സ്റ്റ് ഡേ എനിക്കൊരു കോൾ വരികയാണ്. അഫ്സൽ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഈ ഭാഗത്ത് കറണ്ട് ഇല്ല. അതായത് വീട്ടിൽ കറണ്ട് വരുന്നില്ല, താഴെയൊക്കെ കറണ്ട് ഉണ്ട്, മുകളിൽ മാത്രം കറണ്ട് ഇല്ല. ഒന്ന് പെട്ടെന്നൊന്ന് വരാമോ, ആളെ വിടാമോ എന്നുള്ളത്. ഞാൻ ആകെ ടെൻഷനായ സമയത്ത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രീഷ്യൻ, നമ്മളുടെ ഇലക്ട്രീഷ്യനെ വിളിച്ചെങ്കിലും എനിക്ക് ആ സമയത്ത് കണക്ഷൻ കിട്ടിയില്ല ആളായിട്ട്. ഞാനപ്പോൾ ആലോചിച്ച് ഇവിടെ നമുക്ക് ഓഫീസിൽ നിന്നൊക്കെ ഒരു 40 കിലോമീറ്റർ ഉണ്ട് സൈറ്റിലോട്ട്. അപ്പൊ എന്തായാലും ആ ഒരു ടൈമിൽ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 hour 2 hour ടൈം എടുക്കും നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ സമയം കൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻ തിരിച്ചു വിളിച്ചിരുന്നു. ഞാൻ പറയും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, പെട്ടെന്ന് തന്നെ ചെല്ലണം.
അപ്പൊ ആള് ചെന്നിട്ട് മനസ്സിലാക്കിയത് നമ്മളൊരു ഇൻവെർട്ടർ പോയിന്റ് ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഇൻവെർട്ടർ നിലവിൽ വെക്കാത്തതിന്റെ പേരിൽ ഒരു സ്വിച്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ സ്വിച്ച് ഓൺ ചെയ്താലാണ് ഇവിടെ കറണ്ട് മുഴുവൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തോ സാധനം കേട്ട സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അവരെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ആ ഒരു സ്വിച്ച് ഇട്ടപ്പോ തന്നെ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയി. പക്ഷെ ആ സമയത്ത് കുറച്ചു നേരം നമ്മളൊന്ന് ടെൻഷനായിരുന്നു. പിന്നെ ഒരു 3 to 4 days കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒരു കോൾ വരെയാണ്. അഫ്സർ നമ്മുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് സൈഡിലോട്ട് അപ്പൊ തന്നെ പറഞ്ഞു വിട്ടായിരുന്നു, എന്താ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോ ആദ്യം പെട്ടെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നെ നമ്മൾ പോകുന്നതിന് ശേഷം അവിടെ അഡീഷണൽ ആയിട്ട് ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഏരിയയിൽ, ഫ്രണ്ട് ഏരിയയിൽ. ആ ഒരു ഏരിയയില് ഫാൻസി ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടി പിടിപ്പിച്ചു കൊടുത്തത് ഈ സീലിംഗ് ഫിറ്റ് ചെയ്യാൻ വന്ന ആളാണ് ഈ ലൈറ്റ് പിടിപ്പിച്ചു കൊടുത്തത്. ആ വയറ് കറക്റ്റായിട്ട് ടേപ്പ് ചെയ്യാത്തതിന്റെ പേരിൽ അത് തമ്മിൽ ഷോർട്ടായിട്ടാണ് ആ ഒരു ഏരിയ ട്രിപ്പ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാൾ അവിടുത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. 3 മാസത്തിന് ശേഷം എനിക്ക് ഇതുപോലെ തന്നെ വീണ്ടും ഒരു കോൾ വരികയാണ്. ഇവർക്ക് ഈ മെയിൻ ഡോറിന്റെ ടോപ്പിലത്തെ ടവർ ബോൾട്ട് ഇടാൻ സാധിക്കുന്നില്ല. അപ്പോ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ തന്നെ നേരിട്ട് പോയി. ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേറെ ആളെ വിടാൻ പറ്റുന്നതിന് മുന്നേ എന്താ കാര്യം എന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. ഞാൻ ചെന്നു. അപ്പോ ശ്രദ്ധപ്പെട്ടത് ഇത് വെസ്റ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഡോറായിരുന്നു. വുഡൻ ഡോറാണ് നമ്മൾ വെച്ചിരുന്നത്. ആ ഒരു ഡോറ് നല്ല രീതിയിൽ വെയിൽ കൊള്ളും സ്ഥിരം. അപ്പോ ആ ഒരു അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ബെൻഡ് വന്നായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല വുഡ് തന്നെയായിട്ട് ചെയ്തത്. ഇതിന്റെ ഫ്രെയിം ചെറുതേക്കും അതിനുള്ള ഷട്ടർ നമ്മൾ നല്ല പ്ലാവ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിന്റെ ഷട്ടറും ചെയ്തിരുന്നത്. പക്ഷെ ശക്തമായ വെയിലടിക്കും. പിന്നെ ഇവർക്ക് ടോപ്പിലെ ടവർ ബോൾട്ട് ഇടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്ഥിരമായിട്ട് അവർ ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ ഇടാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ചെറിയൊരു ബെൻഡും വന്നിരുന്നു. നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇടാൻ പറ്റുമെങ്കിലും ശരിക്കും ഇതൊരു വലിയൊരു പ്രശ്നമല്ല. അത് സ്വാഭാവികമായ എല്ലായിടത്തും ഉണ്ടാവുന്ന കേസാണ്. പക്ഷെ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് റിപ്പയർ ചെയ്യാനൊന്നും ഞങ്ങൾ നോക്കിയിരുന്നില്ല. ആ ഡോർ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഈ ഒരു പ്രൊജക്ട് ചെയ്തപ്പോ ഞാൻ മനസ്സിലാക്കിയത്, ജസ്റ്റ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തെന്ന് വിചാരിച്ച് ആ ഒരു പ്രൊജക്ട് തീരുന്നില്ല. അവിടുത്തെ ആ ഒരു ക്ലയന്റ് അവിടെ സന്തോഷത്തോടെ താമസിക്കുമ്പോഴാണ് ആ ഒരു പ്രൊജക്ട് പൂർത്തിയാവുന്നത്.